പ്രേക്ഷകരെ, ഈ നാടും നഗരവും മുഴുവൻ ക്രിക്കറ്റ് ആവേശം തന്നെയാണ്. ഇന്ന് നല്ലൊരു ഞായറാഴ്ച ദിവസം, അതും ക്രിക്കറ്റ് ഫൈനൽ നടക്കുന്ന ഒരു ദിവസം, നമ്മളെ സംബന്ധിച്ച് അഭിമാന പോരാട്ടവും ഒക്കെയാണ്. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ കൂടി അറിയണ്ടേ. നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് അവിടെ ഒരു വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിൽ ആരാധകരൊക്കെയും ഉണ്ട് ഇന്ന് മാച്ച് തത്സമയം കാണാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ ആകാശമുണ്ട്. അപ്പോൾ ആകാശത്തോട് ചോദിക്കുക എന്താണ് അവിടുത്തെ ഈ ആരവം എന്ന്. ആകാശേ, ഗുഡ് ഈവനിങ്. ക്രിക്കറ്റ് ആവേശമാണ്, എല്ലായിടത്തും ക്രിക്കറ്റ് ചർച്ചകൾ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും പറഞ്ഞു കേൾക്കാനും ക്രിക്കറ്റിന് ഇന്ന് എങ്ങനെയായിരിക്കും എന്നുള്ള കാൽക്കുലേഷനും കൂട്ടിക്കിഴിക്കലും ഒക്കെയാണ് ഈ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിൽ ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് കുറേ ഈ ആളുകൾ അവിടെ ഇന്ന് ലൈവായിട്ട് ക്രിക്കറ്റ് കാണാൻ വരുമെന്ന് അറിയുന്നു. അപ്പം ഈ ആകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആൾക്കാരെ കാണുകയും ചെയ്യാം. അപ്പോൾ ഏതുവരെ എത്തി ആവേശം? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലാണ് നമ്മളുടെ, കോഴിക്കോട് ബീച്ചിലാണ് നമ്മളുടെ. ഇവിടെ ഒരു വലിയ സ്ക്രീൻ, ഏകദേശം 300 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള സ്ക്രീനാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സെമി പോരാട്ടത്തിനും ഇതേ സ്ക്രീൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിരവധി ആളുകളായിരുന്നു സെമി പോരാട്ടത്തിന് കാണാനായി ഇവിടെ എത്തിയിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ്, ആൾത്തിരക്കാവുന്നതേ ഉള്ളെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മത്സരങ്ങൾ ആരംഭിക്കാൻ, ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കിടക്കാൻ. എന്ന് വെച്ചിട്ടും ആളുകളുടെ എണ്ണത്തിനൊരു കുറവുണ്ടാവില്ല. കാരണം സെമി പോരാട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ വിജയത്തിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആളുകൾ ആഘോഷിക്കുന്നത്. അത് ഈ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ഈ സ്ക്രീനിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു ആൾക്കാർ ആഘോഷം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ കാത്തിരിക്കുന്നത് മലയാളി താരം സഞ്ജുവിൻ്റെ ഈ തവണത്തെ ഫോം, കഴിഞ്ഞ 2 മത്സരങ്ങളിലുള്ള ഫോമും കൂടാതെ തന്നെ ഇന്നും സഞ്ജുവിൻ്റെ മികച്ച രീതിയിലുള്ളൊരു കളി ഇന്നും പുറത്തെടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ കായിക പ്രേമികൾ ഉൾപ്പെടെ. അത് ഏറെ വലിയ നേട്ടമുണ്ടാക്കും. കൂടാതെ തന്നെ ഇന്ത്യയുടെ വിജയം, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയുടെ ഒരു വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ നിരവധി പേർ എത്തിയിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നായിട്ടാണ് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ പോലും കളി കാണാൻ വേണ്ടി, ഒത്തൊരുമിച്ച് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ മലയോര മേഖലകളിൽ നിന്നും, കൂടാതെ ഗ്രാമപ്രദേശങ്ങളും ക്ലബ്ബുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ സ്ക്രീനുകൾ വെച്ച് കളി കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം. കളി കാണാനായിട്ട് എവിടെ നിന്നായിരുന്നേ? ഇവിടെ കോഴിക്കോട്. കഴിഞ്ഞ സെമി മത്സരം കണ്ടിരുന്നോ? ഇല്ല. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഇന്ത്യ ജയിക്കൂലേ? പിന്നെ അല്ല, ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. സഞ്ജുവിന്റെ പെർഫോമൻസ് ഇന്ന് എന്തായിരിക്കും? സഞ്ജു നന്നായിട്ട് കളിക്കും, തീർച്ചയായിട്ടും കളിക്കും. ഇപ്പം അത്യാവശ്യം നല്ല ഫോമിലാണ്. അപ്പം പ്രതീക്ഷയുണ്ട് സഞ്ജു നന്നായിട്ട് കളിക്കുന്ന. ഒരു സെഞ്ചുറി അടിച്ചാൽ സന്തോഷം ഉണ്ടായിരിക്കും. അതെ, അത് തന്നെയാണ്. സഞ്ജു ഒരു സെഞ്ചുറി അടിച്ചാൽ ഇന്ന് ഇരട്ടി മധുരമായിരിക്കും ഇന്ത്യയുടെ വിജയം. കൂടാതെ സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറിയും അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസും ഇന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു ഇരട്ടി മധുരം തന്നെയാണ്. നമ്മളുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫ്രണ്ടിലുള്ള വലിയ സ്ക്രീനിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബിഗ് സ്ക്രീനാണ് ഇവിടെ. കൂടാതെ തന്നെ ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഒരു കട്ടൗട്ട് ഉൾപ്പെടെ ഈ ആരാധകർ വെച്ചിട്ടുണ്ട്. ചേട്ടാ, എത്ര നേരമായി ഇവിടെ എത്തിയിട്ട്? എപ്പോഴെത്തിയ 5 മണി 6 മണിയായപ്പോൾ എത്തിയോ? നേരത്തെ എത്തിയില്ലേ? കഴിഞ്ഞ സെമി മത്സരത്തിൽ ഇവിടെ വന്നായിരുന്നോ? സെമിയിൽ വന്നില്ല, കണ്ടു, റീല് കണ്ടു. എന്തായിരിക്കും ഇന്ന് സഞ്ജു ഒരു സെഞ്ചുറി അടിക്കുമോ? സെഞ്ചുറി അടിക്കണം. ഇന്ന് അടിച്ചില്ലേ പിന്നെ കാര്യമില്ലല്ലോ. ഇന്നും കൂടെ അടിച്ചാലേ സഞ്ജുവിനൊന്നൊരു എന്താ പറയുക, ടീമിലൊന്ന് സെറ്റാകാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ളൊരു നാണക്കേട് മാറണമെങ്കിൽ ഇന്നോട് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, എവിടെ സ്ഥലം? എവിടെയാണോ? ഞാൻ കോഴിക്കോട്. കഴിഞ്ഞ സെമി മത്സരം എങ്ങനെയായിരുന്നു? സൂപ്പറായിരുന്നു, നല്ലോണം കണ്ടു. താമരശ്ശേരി നിന്നാണോ വരുന്നത്? അത് താമരശ്ശേരിന്ന് വരുന്നത്. താമരശ്ശേരിയിൽ നിന്ന് എന്താ ഇവിടെ വന്ന് കളി കാണാൻ തോന്നിയത്? എല്ലാവരും ഈ ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ട് വന്നതാണ്. എന്താ ഇന്ത്യ കപ്പടിക്കുന്ന ഉറപ്പിച്ചോ? ഉറപ്പാണ്. ന്യൂസിലാൻഡ് ശക്തർ തന്നെയാണ്. ന്യൂസിലാൻഡ് ഇതുവരെയുള്ള കളി വെച്ച് നോക്കുമ്പോൾ ന്യൂസിലാൻഡ് അത്ര ഒരു ശക്തരല്ല. ഇപ്പോൾ ഓൾറെഡി ഉള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ശക്തരായ ടീമിനെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. പിന്നെ ന്യൂസിലാൻഡ് അങ്ങനെ പേടിക്കേണ്ടില്ല. എന്നാലും ക്രിക്കറ്റാണ്, എപ്പോൾ വേണേലും മാറാം, അതേ ഉള്ളൂ. ന്യൂസിലാൻഡിനെ പേടിക്കേണ്ട ഒരു ടീമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയുള്ള കളി കണ്ടിട്ട്. സേതുലക്ഷ്മി, താമരശ്ശേരിയിൽ നിന്നുൾപ്പെടെ ആളുകൾ ഒത്തൊരുമിച്ച് കളി താമരശ്ശേരി ചുരം ഇറങ്ങി വരെ അവിടെ ബീച്ച് നിറഞ്ഞിരിപ്പുണ്ട്. ആകാശിന്റെ പ്രതീക്ഷ എന്താ ഇന്ന്? സേതു, ഇന്ത്യ വിജയിക്കും തന്നെയാണ് പ്രതീക്ഷ. കൂടാതെ തന്നെ സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പ്രകടനം ഇന്ന് പുറത്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി, അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ആകാശ്, ശരി, ആകാശിലേക്ക് ഞാൻ വീണ്ടും വരും. ഇന്നത്തെ വിശേഷം മുഴുവൻ അത് തന്നെയാണല്ലോ. നമ്മൾ